പറഞ്ഞോക്കാം. ഇനിയോള് നിങ്ങള് എത്ര വലിയ ലക്ഷം ഓഫർ ചെയ്താലും ഓള് ഇഞ്ഞിന്റെ വരയ്ക്ക് വരൂല. ഓൾക്കറിയാം വന്ന ഇഞ്ഞോള് ഇഴഞ്ഞിട്ട് പോലും ആ മുറ്റം കടക്കൂല എന്നുള്ളത്. വെല്ലുവിളിച്ചാ വെല്ലുവിളി സ്വീകരിക്കണോളല്ലേ ഓള്, അല്ലേ? ഒന്ന് വരാൻ പറ. മണ്ണാർക്കാട്ടൊരു മാക്സിമം ഓളെ കാണുമ്പോ കാർക്കിച്ച് തുപ്പിയിട്ടും ആട്ടിയിട്ടും വിടുന്നുണ്ട്. ഓരോരുത്തർക്കും കയറ്റുന്നില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് മണ്ണാർക്കാട് ഓളെ നിർത്താൻ സമ്മതിക്കൂല. അങ്ങനെ ആക്കിക്കണു ഓളെ അവസ്ഥ. ഇന്നലെ ഒരു താത്ത പറയുന്നുണ്ട്, അവളൊരു കടയിൽ വന്നിട്ട് അവള് വലിയൊരു യൂട്യൂബേരത്തിന്റെ മാലില് നിർത്താം, ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കണില്ല ഓളെ. എന്നിട്ട് ഓളെ എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടിയിട്ട് ആരും മെയിൻറ്റെയിൻ ഇല്ലാന്നുണ്ടെങ്കിലാണ് ഇറങ്ങിപ്പോയിന്ന്. അതാണ് മണ്ണാർക്കാട്ടുകാര്. പുല്ല് വില തരൂല മോളെ. ഇജാന്റെ എന്ത് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ എന്താ ഈ അവസ്ഥ? ഒപ്പല്ല ആള് പോലും ഇല്ലല്ലോ, കിട്ടുന്ന പിരിവും നിന്നു. അവൻ അവിടെ കിടന്ന് കൊരക്കട്ടെ, കൊരക്കണ പട്ടി കടിക്കില്ല എന്നല്ലേ പറയാ. കൊരക്കട്ടെ അവൻ കിടന്നിട്ട്. അവൻ എത്രത്തോളം കൊരയ്ക്കും. അവനില്ലേ വായി പൊളിച്ചാന്നോണേ പറയുള്ളൂ. വായി പൊളിച്ചതോണ. പിന്നെ കുറെ ഡ്രസ്സിന്റെ കാര്യം. എടാ എനിക്കിഷ്ടമുള്ള പോലത്തെ ഡ്രസ്സ് എൻ്റെ കെട്ടിയവനുള്ളപ്പോഴും ഞാൻ എനിക്കിഷ്ടമുള്ള പോലത്തെ ഡ്രസ്സുകൾ എടുത്തു തന്നിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള പോലെ ജീൻസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഇക്കുള്ളപ്പോഴേ ചെയ്തിട്ടുണ്ട്. നീ വലിയ പുണ്യാളൻ. പിന്നെ എൻ്റെ എനർജി തീർന്നു, എൻ്റെ എടാ എൻ്റെ എനർജി തീർന്നാലും പ്രശ്നമില്ല. നിന്റെ കെട്ടിയോളുടെ എനർജി തീരാണ്ട് നോക്കിക്കോ നീ. നിന്റെ കെട്ടിയോളുടെ എനർജി തീർന്നാലാണ് നിനക്ക് പ്രശ്നം. എനിക്ക് പ്രശ്നം എന്ത്? എൻ്റെ എനർജി തീർന്നാലും തീർന്നില്ലെങ്കിൽ നിനക്ക് പ്രശ്നമില്ല. പിന്നെ എൻ്റെ അവൻ്റെ വീട്ടിൽ പോയതാണ് അവനിക്കിപ്പോൾ പ്രശ്നം. അവൻ്റെ വീട്ടിൽ പോയി. എടാ നാറി, നീ എന്നല്ലടാ ലൈവ് ഇട്ടിട്ട് നീ പറഞ്ഞത് വാ എൻ്റെ വീട് മണ്ണാർക്കാട് ടൗണിൽ തന്നെയാണ്, എൻ്റെ വീട് ഇവിടെയാണ്, വാ വാ പറഞ്ഞിട്ട് കിടന്ന് ചലച്ചിട്ടുണ്ടായിരുന്ന നീ എന്നല്ലടാ. എന്നിട്ട് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാജിയും ഷെരീഫും തമ്മിലുള്ള ഇഷ്യൂസ് നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. അതായത് ഷെരീഫ് ഷാജിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തതിന്റെ പേരില് ഷെരീഫിന്റെ വീട്ടിലേക്ക് ഷാജി കുട്ടികളുമായിട്ട് ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവരുടെ ഉമ്മയും വാപ്പയും കുഞ്ഞു കുട്ടികളെ വരെ ഷാജി തെറി വിളിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെതിരെ ഷെരീഫ് കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഇപ്പൊ വീണ്ടും ആ കേസിന്റെ കുറെ അപ്ഡേഷനും ഒക്കെ ആയിട്ട് ഷെരീഫ് വന്നിട്ടുണ്ട്. ഷെരീഫ് പറയുന്നത്, അവൾ എന്റെ വീട്ടിൽ വന്നിട്ട് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ അനങ്ങാതിരിക്കണോ? രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പിന്മാറത്തോളൂ എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് ഷെരീഫ്. ശരിക്കും ഷാജിദ ചോദിച്ചു വാങ്ങിച്ചു തന്നെയാണ് എന്തിനാണ് റിയാക്ഷൻ വീഡിയോ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് വല്ലവരുടെയും വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. അതും ചെറിയ മക്കളെ വരെ ഇങ്ങനെ അസഭ്യം പറയേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. ഒരു മുഖം കണ്ടാ അറിയല്ലോ. ശരിക്കും പറഞ്ഞാല് അവനിക്ക് ഇങ്ങനെയുള്ള പെൺകുട്ടികള് പുറത്തിറങ്ങി നല്ല രീതിയിൽ നടക്കുന്ന പെൺകുട്ടികളെ അവനിക്ക് ഇഷ്ടമല്ല. മോഡലായിട്ട് നടക്കുന്ന പെൺകുട്ടികളെ അവനിക്ക് ഇഷ്ടമല്ല. അതുപോലെ പണിയെടുത്ത് ജീവിക്കുന്ന കുട്ടികളെ അവനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞാല് അവൻ പഴഞ്ച രൂപമാണ്. പുറത്തിറങ്ങാൻ പാടില്ല, പെൺകുട്ടികൾ അങ്ങനെ ആക്കാൻ പാടില്ല, ഇങ്ങനെ ആക്കാൻ പാടില്ല, അതാക്കാൻ പാടില്ല, ഇതാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതുള്ളതാണ് അവൻ്റെ ഒരു ഇത്. അവനതാണ് എല്ലാ പെൺകുട്ടികളും ഇപ്പം ആര് കണ്ടന്റ് ഇട്ട് വീഡിയോ ചെയ്താലും അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ചെയ്താലും അതിനെ കളിയാക്കിയിടാ. നാറി, നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയും നിന്റെ കെട്ടികളും കുക്കിംഗ് ചെയ്യാണ്ട് നിനക്ക് തിന്നാൻ പറ്റില്ലല്ലോ അല്ലേ? നിന്റെ അണ്ണാക്ക് ഇങ്ങനെ പൊളിക്കണമെങ്കിൽ നിനക്ക് നിന്നോടുള്ള പൊറുതി മുട്ട കൊണ്ട് ഒരുത്ത കയറെടുത്ത് തൂങ്ങി മരിച്ചില്ലേ? നിന്റെ മക്കളുടെ തന്തയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചങ്ങായി, നിന്റെ കെട്ടിയവനെന്ന് പറഞ്ഞ ചങ്ങായി, അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ തൂങ്ങി മരിച്ചത്? നിന്നെയും കൊണ്ട് സഹിക്കെട്ടിട്ട്, അല്ലേ? ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ആ മരണമൊക്കെ എങ്ങനെയാണെന്നുള്ളത് തെളിയിക്കന്നെ വേണം. ഞാൻ എന്തായാലും അവളുടെ നാട്ടിലൊന്ന് പോകുന്നുണ്ട്. നല്ലൊരു ഇന്റർവ്യൂ എനിക്ക് ഏറെക്കുറെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റും കൂടി ഇനി വരാനുണ്ട്, അവളുടെ നാട്ടിലത്തെ ഒരു ഇന്റർവ്യൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് വെറുതെ ഒന്നും അങ്ങോട്ട് നിർത്തി പോകുന്ന വിചാരിക്കണ്ട. പൊന്നാര മകളെ, എനിക്ക് തെറ്റി. ഇനി തെറി പറയാനോ അതല്ലെങ്കിൽ ഞാൻ എന്റെ റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്ത് വേണേലും പറഞ്ഞു, എനിക്ക് വിഷയമല്ല. പക്ഷെ ഇനി അത് തൂക്കി പിടിച്ചും കൊണ്ട് ഞാൻ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ രണ്ട് കാര്യം ഞാൻ നടത്തിക്കണു. ഒന്ന്, എൻ്റെ മൊബൈല്. രണ്ട്, ഇജ് നിലം തൊടാതെ ഓടുന്നുള്ളത്, അല്ലേ? അതെന്തായാലും മറ്റാരേക്കാട്ടിലും എനക്ക് ഉറപ്പല്ലേ. അപ്പൊ ഇനി എത്ര ലക്ഷം ഓഫർ ചെയ്താലും ഇനി എനിക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ ധൈര്യം ഉണ്ടാവില്ല എന്ന് എന്റെ വിചാരം. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇജൊന്ന് വന്നു നോക്കിക്കോ. ഒരു പ്രാവശ്യം ഞാൻ ഓടാനുള്ള അവസരം ചാൻസ് തന്നു. ഇനിയുണ്ടല്ലോ ആ മുറ്റ ഇഴഞ്ഞു പോകാനും കൂടി എനിക്ക് ഒരു ചാൻസ് കിട്ടൂല. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വന്നു നോക്കിക്കോ. ഇത് എന്റെ കണക്കിൽ വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുത്തോ. ഒന്ന് വന്നോക്കെ. ഇനി വന്നോക്ക് നീ. അപ്പൊ അറിയാം. ഈ
ആഴ്ചയിൽ തന്നെ ഷാജിദയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരുമെന്നാണ് പറയുന്നത്. അതായത് ഈ ആഴ്ച തിങ്കളോ ചൊവ്വ ബുധനോ അങ്ങനെ എന്തോ ഏതെങ്കിലും ദിവസം, ഈ 3 ദിവസത്തേക്കാവും ഷാജിദയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും എന്ന് തന്നെയാണ് തിങ്കള ഓർ പറയുന്നത്. ചൊവ്വ ബുധന് ഈ 3 ദിവസത്തിന്റെ ഉള്ളില് എൻ്റെ ഒരു കോഴിക്കോട്ടേക്കുള്ളൊരു യാത്ര കാണാം. അവിടുന്ന് ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് എന്തായാലും വിളിപ്പിക്കും. കൈസ് കൊടുത്ത കേസ് 4/18 പണിയാണ് എനിക്ക് വരുന്നത്. അത് കഴിഞ്ഞാൽ എൻ്റെത്. അതിന്റെ ഇടയ്ക്ക് ഡൽഹിത്തത്. ഡൽഹിയിൽ നിന്നും കൊടുത്തിട്ടില്ലേ. ഈ ഇങ്ങനെ ക്യാരം ബോർഡിന്റെ കോയിന് കറങ്ങണമാതിരി ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അതെന്റെ കയ്യിലിരിക്കോണ്ട. ഷെരീഫ് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തന്റെ വീട്ടിൽ വന്നിട്ട് ഇത്തരം പ്രഹസനം കാണിച്ചിട്ട് പോയിട്ട് ഞാൻ അടങ്ങിയിരിക്കില്ല, ഇതിന്റെ ഏതറ്റം വരെ ഞാൻ പോകും എന്ന് പറഞ്ഞു തന്നെയാണ് ഷെരീഫ് നിൽക്കുന്നത്. എന്തായാലും ഷാജിദ് ഇത് ചോദിച്ചു വാങ്ങിച്ചത് തന്നെയാണ്. കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങാമായിരുന്നു. കുറച്ചൊരു എത്രയോ ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു. ഇപ്പോഴും ഷാജിദ എടുത്ത് പറയുന്നുണ്ട്, നീ ഇനിയും വാ, ഇനിയും നീ വന്നു കഴിഞ്ഞാല് നീ നേരെ നടന്നു പോകില്ല എന്ന് പറയുന്നു. എന്ന് കരുതിയിട്ട് ഓടി അങ്ങ് ഇവളെ ചോടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പോഴേക്കും ഓടി അങ്ങ് പോകുകയല്ല വേണ്ടത്. എത്രയോ ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു. അവരെയൊക്കെ വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങാനാണെങ്കിൽ അത് ഒരിക്കലും നല്ല കാര്യമല്ല. അത് അവളുടെ ലൈഫിന് തന്നെ അതൊരു ബാഡായിട്ട് മാറും. അത് അവൾക്ക് ഇപ്പോൾ മനസ്സിലായി. മണ്ടയിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടടാ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മള് എന്താ പറയാ, 1 ദിവസം 2 ദിവസം ജീവിച്ചാൽ മതിയാ. നമ്മൾ എത്ര വർഷങ്ങളെ അടച്ചോൻ അങ്ങോട്ട് വിളിക്കുന്നവരെ ജീവിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം. നമ്മുടെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, അത് ഒരാളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓരോ ബാലന്മാരുടെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മളെ തിന്നാനായിട്ട് അവന്മാരൊക്കെ ആ ഒരു ഇതിലൂടെ കടന്നു പോയാലാണ് അതിൻ്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ. അങ്ങനെയുള്ളവരുടെ ഒരു ഇത് കിട്ടണമെങ്കിൽ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മളെ പോലെയുള്ള ആൾക്കാർ നമ്മൾക്ക് വിളിക്കുമ്പോഴാണ് അവരുടെ സങ്കടം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെയാണ്. അപ്പം വായും കൊണ്ട് ഒരുപാട് പേർക്ക് എന്തു വേണമെങ്കിലും പറയാം, എന്തു വേണമെങ്കിലും ഇതാക്കുക. അങ്ങനെയാണ് ഇങ്ങനെയാണ് ജീവിച്ചു പോണ നമ്മളുടെ ഇത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ വീടുകളിലേക്ക് ഇങ്ങനെ ഫോണും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അവൾക്ക് തന്നെയാണ് ദോഷം. ഇവളിപ്പം ചോദിച്ചു വാങ്ങിച്ചത് തന്നെയാണ് ഈ ഒരു പണി. ഇല്ല, വേലിയിലിരുന്ന പാമ്പിനെ എടുത്തിട്ട് തോളത്തിട്ട് എന്നൊരു പഴഞ്ചൊല്ലില്ലേ, ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ ഷാജിദ. ശരിക്കും അവൾ അത് ചോദിച്ചു വാങ്ങിച്ചതാണ്. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അവൾ എത്രത്തോളം ക്ഷമിക്കുന്നോ അത് അത്രയും നല്ലത്. അവളിങ്ങനെ പറയുന്നതിനാണ് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. അവള് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആരും ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് ചെല്ലില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആ ചങ്ങായി മരിക്കുന്നതിന്റെ മുമ്പ് ഇവളുടെ വേഷം കോലം എന്തായിരുന്നു? ലൂസ് ചുരിദാറ്, പർദ്ദ, കണ്ണീര്, കരച്ചില്, ആന, ചേന. ഓണ് മരിച്ചു കിട്ടിയപ്പോ പണ്ടാര പറഞ്ഞ മാതിരി ഓളുണ്ടൊരു ഓളെക്കാളും വലിയൊരു ജീൻസ് പാന്റ് കെട്ടിയിട്ട് അതും കൊണ്ട് ഇപ്പൊ ഞാൻ വന്ന മുതലേ ഉണ്ട് ആ ഒരൊറ്റ ജീൻസ് പാന്റ് ഉള്ളു തോന്നുന്നു. പറഞ്ഞിക്കണേ 2 എടുത്തു കൊടുക്കാം. ആ കുട്ടികള് പമ്പൈസ ദൂരമായി മറ്റേ അതും കെട്ടി വലിച്ചും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. ഇവളെ വിചാരത്തിന് ഇട്ട അവളെ ഐശ്വര്യ റായി എന്നാ. ഇപ്പൊ പഴയ മാതിരി അല്ലല്ലോ.